നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ ന്യൂസ്. റബ്ബർ ഇപ്പോൾ വില കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ രാജ്യാന്തര റബ്ബർ വിലയിൽ ഒരാഴ്ചയ്ക്കിടെ 13 രൂപയോളം കുറവാണ് സംഭവിച്ചത്. ഇന്നലെ ബാങ്കോക്ക് മാർക്കറ്റിൽ RSS 4ൻ്റെ വില കിലോഗ്രാമിന് 291 രൂപ 86 പൈസയിലേക്കാണ് കുറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഗ്രേഡ് RSS 4ന് 300 രൂപ കടന്ന് വിലയിൽ 306 വരെ ഉയർന്നിരുന്നു. തായ്ലാൻഡ് ഉൾപ്പെടെയുള്ള പ്രധാന ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള റബ്ബർ വിതരണം ചൈനീസ് വിപണിയിലേക്ക് വൻതോതിൽ വർദ്ധിച്ചതാണ് വിലയിടിവിൻ്റെ പ്രധാന കാരണം. അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് ആഗോള റബ്ബർ ഉൽപ്പാദനത്തിൽ വർധന പ്രവചിച്ചതും ക്രൂഡ് ഓയിൽ വിലയിടിവും രാജ്യാന്തര മാർക്കറ്റിലെ വിലയിടിവിന് കാരണമായി. ഇപ്പോൾ ഹോർമസ് കടൽ തുറന്നിരിക്കുകയാണ്. രാജ്യാന്തര മാർക്കറ്റിലെ വില ഇടിവിനെ തുടർന്ന് ആഭ്യന്തര വിലയിലും കുറഞ്ഞു. ഇന്നലെ കോട്ടയം, കൊച്ചി മാർക്കറ്റുകളിൽ RSS 4ന് 270ഉം RSS 5ന് 260ഉമാണ് നടന്നത്. പ്രതീക്ഷയോടെ മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങി. എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോൾ ടാപ്പിംഗ് നടക്കാതെ പോവുകയാണ് മിക്ക സ്ഥലങ്ങളിലും. ഈ ആഴ്ച അവസാന വാരം സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വില നോക്കുമ്പോൾ ഗ്രേഡ് RSS 4 262ഉം ഗ്രേഡ് 5 257, ലൂസ് ഷീറ്റ് 249, ലോട്ട് 210, ഒട്ടുപാൽ 150 മുതൽ 159 രൂപ. പക്ഷേ കഴിഞ്ഞ ആഴ്ച 20-ാം തീയതി നോക്കുമ്പോൾ 267ആണ് RSS 4, RSS 5 262, ലൂസ് ഷീറ്റ് 255, ലോട്ട് കിലോ 217. ഒട്ടുപാൽ മാത്രമില്ലാതെ മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോൾ. പിന്നെ റബ്ബർ വില, ആഭ്യന്തര വില താഴ്ന്നു പോയാൽ ഇനി പ്രതീക്ഷ ഗവൺമെൻറ്റിലാണ്, VD സതീശൻ സർക്കാരിൽ. കാരണം താങ്ങുവില അവിടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലാണ് മിക്ക കർഷകരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. കാരണം റബ്ബർ വില ഇനി താഴെ പോയാൽ കേരളത്തിൽ മൺസൂൺ കാലവർഷം ശക്തമായി തുടരുകയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായി മഴ തുടരുന്ന സാഹചര്യമാണ്. ഇന്ന് എറണാകുളം ഉൾപ്പെടെ പല ജില്ലകളിലും കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. ഇടിമിന്നൽ സമയത്ത് മരത്തിൽ കീഴിൽ നിൽക്കരുത്. പുഴ, തോട്, കായൽ ഭാഗങ്ങളിലേക്ക് അനാവശ്യ യാത്ര ഒഴിവാക്കുക. മലമ്പ്രദേശങ്ങളിലേക്കുള്ള രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക. വൈദ്യുതി പോസ്റ്റുകളും വയറുകളും ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടുള്ള റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികളെ ഒറ്റയ്ക്ക് വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ വിടരുത്. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. കടൽക്ഷോഭം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നതിന് മുമ്പ് ഔദ്യോഗിക അറിയിപ്പുകൾ നിർബന്ധമായും പരിശോധിക്കുക. മഴക്കാലത്ത് സുരക്ഷിതരായി ഇരിക്കൂ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.